ഇതാണ് ഒരു ഹിന്ദു തീവ്രവാദി ആദർശ് കുമാർ. പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിക്ക് നമ്മുടെ സൈനിക വിവരങ്ങൾ ചോർത്തിക്കൊടുത്ത രാജ്യദ്രോഹി. ഇന്ത്യൻ നേവിയുടെ യുദ്ധക്കപ്പലുകളുടെ ഫോട്ടോകൾ, സദേൺ നേവൽ കമാൻഡിന്റെ വിവരങ്ങൾ, നേവൽ ഇൻസ്റ്റാളേഷൻ സംബന്ധിച്ച രഹസ്യങ്ങൾ ഇതെല്ലാം ഡിജിറ്റൽ സന്ദേശങ്ങളായി ISIക്ക് അയച്ചു കൊടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ. സാധാരണയായി ഇത്രയും വലിയ ഒരു സുരക്ഷാ വിവര ചോർച്ച രാജ്യത്ത് വലിയ ചർച്ചയാവേണ്ട കാര്യമാണ്. പക്ഷെ ഇവിടെ തീവ്ര രാജ്യസ്നേഹികൾ എല്ലാം അതിശയമാമൊരു മൗനം പാലിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ രണ്ട് കാരണങ്ങൾ കാണാം. ഒന്ന്, രാജ്യദ്രോഹിയുടെ പേര് ആദർശ് കുമാർ എന്നാണ്. രണ്ട്, അവൻ ദേശസ്നേഹികളുടെ രാഷ്ട്രീയ മക്കയായ ഉത്തർപ്രദേശ് സ്വദേശിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ രാജ്യദ്രോഹിയുടെ പേര് മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ട പേരായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അല്ലെങ്കിൽ അവൻ ഒരു മലയാളി ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ന്യൂസ് ചാനലുകളിൽ 24 മണിക്കൂർ ഡിബേറ്റ്, സോഷ്യൽ മീഡിയയിൽ ദേശസ്നേഹത്തിന്റെ കരച്ചിൽ, ഓൾ ഇന്ത്യ തരത്തിൽ രാജ്യദ്രോഹി മുദ്ര. ഇതൊക്കെ അല്ലേ പുകയിൽകൾ? അങ്ങനെയാണ് നടക്കേണ്ടത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് കൈ കൊടുക്കാത്തത് തെറ്റാണെന്ന് പറഞ്ഞാലും രാജ്യദ്രോഹി പട്ടം കൊടുക്കുന്നവരാണ് ഇക്കൂട്ടർ. പാകിസ്ഥാനിലെ നിരപരാധിയായ കുട്ടികളെയും തീവ്രവാദി എന്ന് വിളിക്കാൻ നാക്ക് പൊങ്ങുന്നവരാണ് ഇവർ. പക്ഷേ ഇവിടെ ഒരു യഥാർത്ഥ രാജ്യദ്രോഹി പിടിയിലായപ്പോൾ അവരെല്ലാം എവിടെ പോയി? നിങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ലേ? രാജ്യസ്നേഹികളെ എല്ലാവരും എന്തേ മൗനം പാലിക്കുന്നു? ഒന്ന് പ്രതികരിക്കൂ.